നമസ്കാരം. സ്ത്രീ പീഡന പരാതിയെ തുടർന്ന് കോൺഗ്രസിൽ നിന്നും പ്രാഥമിക അംഗത്വം വരെ റദ്ദ് ചെയ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസ് നേതാവായ പാലക്കാടിലെ MLA ആയ രാഹുൽ മാങ്കൂട്ടത്തിൽ അടൂരിലെ വീട്ടിൽ ഏകനായി കഴിയുന്നു. അദ്ദേഹത്തിന് സ്വന്തം മണ്ഡലത്തിൽ പോലും എത്താൻ കഴിയാത്ത അവസ്ഥയിൽ കാര്യങ്ങൾ മാറിയിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ അറിയുന്നത്. എന്നാൽ രാഹുൽ മാങ്കൂട്ടത്തിനെ ഇത്തരം ഒരു ദുര്യോഗത്തിലേക്ക് നയിച്ച സംഭവ പരമ്പരകളുടെ പിറകിലുണ്ട് എന്ന് പറയുന്ന സ്ത്രീകൾ ആരും തന്നെ ഇപ്പോൾ വെളിയിൽ വരുന്നില്ല. അഥവാ രാഹുൽ മാങ്കൂട്ടത്തിൽ സ്ത്രീ പീഡനം നടത്തി തങ്ങളെ ബലാത്സംഗം ചെയ്തു എന്നൊക്കെ പറയുന്ന സ്ത്രീകൾ എവിടെയാണെന്നറിയില്ല. അങ്ങനെ ഒരു സ്ത്രീകൾ തന്നെ ഇല്ല എന്നുള്ള നിലയിലേക്ക് കാര്യങ്ങൾ മാറിമറിയുന്നു. അതായത് യൂത്ത് കോൺഗ്രസിനകത്ത് തന്നെയുള്ള വനിതാ കോൺഗ്രസിൻ്റെ സൈബർ വിങ്ങിൽ പ്രവർത്തിക്കുന്ന ചില സ്ത്രീകളും ദേശാഭിമാനിയും CPMലെ സൈബർ വിങ്ങിലും ഉള്ള ചില ആളുകളും തമ്മിൽ നടത്തിയ അവിശുദ്ധമായ ചില ബാന്ധവത്തിൻ്റെ പരിണിതി ഫലമാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉണ്ടായ സ്ത്രീ പീഡന കേസ് എന്നാണ് പറയാൻ കഴിയുന്നത്. എന്നാൽ രാഹുൽ മാങ്കൂട്ടത്തിനെ എപ്പോഴും സംരക്ഷിച്ചു നിർത്തിയിരുന്ന ഷാഫി പറമ്പിൽ എന്ന വടകര MP, പാലക്കാടിൻ്റെ മുൻ MLA ആയ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഗോഡ് ഫാദർ എന്നൊക്കെ വിശേഷിപ്പിക്കാവുന്ന ഷാഫി പറമ്പിൽ രാഹുലിനെ അങ്ങനെ കൈവെടിയാൻ സന്നദ്ധനല്ല എന്നുള്ള വാർത്തകൾ തന്നെ പുറത്തു വരുന്നു. KPCC നേതൃത്വം ഇടപെട്ട് രാഹുൽ മാങ്കൂട്ടത്തിനെ കോൺഗ്രസിൻ്റെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് തന്നെ പുറത്താക്കിയിരിക്കുന്ന അവസരത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ KPCC സംഘടിപ്പിക്കുന്ന യാതൊരു തരത്തിലുള്ള പരിപാടികളിലും സംബന്ധിക്കാൻ സാധ്യമല്ല. സർക്കാരിൻ്റെ ഔദ്യോഗിക പരിപാടികളിൽ ഒന്നിലും തന്നെ രാഹുൽ മാങ്കൂട്ടത്തിനെ സംബന്ധിപ്പിക്കില്ല. ഇങ്ങനെയിരിക്കെ രാഹുൽ മാങ്കൂട്ടത്തിന് സ്വന്തം മണ്ഡലമായ പാലക്കാടിൽ എങ്ങനെ വരാൻ പറ്റും? പാലക്കാടിൻ്റെ MLAക്ക് പാലക്കാടിൻ്റെ മണ്ഡലത്തിലെ വികസന പ്രവർത്തനങ്ങളിലോ അല്ലെങ്കിൽ ദൈനംദിന കാര്യങ്ങളിലോ ശ്രദ്ധിക്കാൻ കഴിയുന്നില്ല എന്ന് പറഞ്ഞാൽ അത് കോൺഗ്രസിനും രാഹുലിനും ഒരുപോലെ തന്നെ വരുന്ന ആളുകളിൽ വലിയ തിരിച്ചടിയാവും, ഭീഷണിയാവും. ഇതിനെ എങ്ങനെ മറികടക്കേണ്ടു എന്നാണ് ഇപ്പോൾ ഷാഫി പറമ്പിൽ ഉൾപ്പെടെയുള്ള രാഹുലിന് വളരെ വേണ്ടപ്പെട്ട അല്ലെങ്കിൽ പ്രിയപ്പെട്ട ആളുകൾ ചിന്തിക്കുന്നത്. ഷാഫി പറമ്പിൽ അതിന് മറ്റൊരു മാർഗം കണ്ടെത്തിയിരിക്കുന്നു. അതായത് പാലക്കാടിലുള്ള സാംസ്കാരിക സംഘടനകൾ, മറ്റു കലാസംഘടനകൾ, ഇങ്ങനെയുള്ള ക്ലബ്ബുകൾ, ഇവയുടെയെല്ലാം ഓണാഘോഷ പരിപാടികൾ അല്ലെങ്കിൽ സാംസ്കാരിക പരിപാടികൾ എന്നിവയെല്ലാം സംഘടിപ്പിച്ചുകൊണ്ട് ഷാഫി പറമ്പിൽ രാഹുൽ മാങ്കൂട്ടത്തിന് വീണ്ടും പാലക്കാട് മണ്ഡലത്തിൽ സജീവമായി ഇറക്കാൻ പോകുന്നു എന്നുള്ള വാർത്തയാണ് പുറത്തു വരുന്നത്. ഷാഫി പറമ്പിലിനോടൊപ്പമുള്ള കുറച്ച് നേതാക്കളും ഇതിന് ഷാഫി പറമ്പിലിന് പിന്തുണയായി നിൽക്കുന്നു. അതായത് പഴയ A ഗ്രൂപ്പിൻ്റെ പ്രതാപം വീണ്ടെടുത്തുകൊണ്ട് ഷാഫി പറമ്പിൽ, KPCCയുടെ വർക്കിംഗ് പ്രസിഡന്റ് കൂടിയായ ഷാഫി പറമ്പിൽ രാഹുലിനെ ചേർത്ത് പിടിച്ചുകൊണ്ട് രാഹുലിനെ വീണ്ടും പാലക്കാട് മണ്ഡലത്തിലേക്ക് എത്തിക്കാൻ പോകുന്നു. ഇങ്ങനെ മുറിയടച്ച് വീടിനുള്ളിൽ കയറിയിരുന്നാൽ വീണ്ടും അത് രാഷ്ട്രീയ ഭാവിക്ക് ദോഷം ചെയ്യും. പിന്നീട് മണ്ഡലത്തിലേക്ക് തിരിഞ്ഞു നോക്കാൻ പറ്റാത്ത വിധത്തിൽ ശത്രുക്കൾ കരുത്താർജിക്കും. അല്ല എന്നുണ്ടെങ്കിൽ രാഹുലിനെതിരെ ഉയർന്നു വന്നിരിക്കുന്ന ഇപ്പോഴുള്ള സ്ത്രീ പീഡന ആരോപണങ്ങൾ സത്യമാണ് എന്ന് തെറ്റിദ്ധരിക്കാൻ ജനങ്ങൾക്ക് അത് വഴിവെക്കും. അതുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ വീടിന് പുറത്തിറങ്ങണം, മണ്ഡലത്തിലേക്ക് വരണം, പഴയതുപോലെ തന്നെ സജീവമായി മണ്ഡലത്തിൽ ചുറ്റിയടിക്കണം, മണ്ഡലത്തിൻ്റെ കാര്യങ്ങൾ നോക്കണം, വികസന പ്രവർത്തനങ്ങളിൽ വ്യാപൃതനാവണം. ഇതാണ് ഷാഫി പറമ്പിൽ മുന്നോട്ട് വയ്ക്കുന്ന സന്ദേശം. ഷാഫി പറമ്പിലിനോടൊപ്പം നിൽക്കുന്ന തലമുതിർന്ന നേതാക്കളും അതുപോലെ തന്നെ കോൺഗ്രസിൻ്റെ സമന്വിതരായ മറ്റുള്ള ആളുകളെല്ലാം പിന്തുണയുമായി ഷാഫി പറമ്പിലിനോടൊപ്പമുണ്ട്. എന്നാൽ KPCC നേതൃത്വം എടുത്തിരിക്കുന്ന ഒരു തീരുമാനത്തിനെ മറികടന്നുകൊണ്ട് ഷാഫി പറമ്പിലിനോടൊപ്പം നിന്നുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിനെ പിന്തുണയ്ക്കാൻ ഇതിൽ പലർക്കും സാധിക്കുന്നില്ല എന്നതുകൊണ്ട് തന്നെ ഇപ്പോൾ തൽക്കാലം പാലക്കാട് മണ്ഡലത്തിലേക്ക് രാഹുൽ മാങ്കൂട്ടത്തിനെ എത്തിക്കാൻ സാധിക്കില്ല എന്ന് തന്നെയാണ് അറിയുന്നത്. കാരണം KPCC പ്രാഥമിക അംഗത്വം പോലും റദ്ദ് ചെയ്ത ഒരു നേതാവിനെ, ഒരു MLAയെ എങ്ങനെയാണ് പിന്നീട് ജനമധ്യത്തിലേക്ക് ഇറങ്ങുമ്പോൾ ജനങ്ങളുടെ പ്രതിരോധങ്ങളിൽ നിന്നും, പ്രത്യേകിച്ച് DYFI അല്ലെങ്കിൽ യുവമോർച്ച മുതലായുള്ള സംഘടനകളുടെ പ്രതികരണങ്ങളിൽ നിന്നും പ്രക്ഷോഭങ്ങളിൽ നിന്നും എങ്ങനെ സംരക്ഷിച്ചെടുക്കാൻ സാധിക്കും എന്നുള്ള ചിന്ത തന്നെയാണ് ഇപ്പോൾ യൂത്ത് കോൺഗ്രസിനെ അലട്ടുന്നത്. കാരണം KPCC വിലക്കിയിരിക്കുന്ന ഒരാൾക്ക് സംഘടനാ തലത്തിൽ യാതൊരു തരത്തിലുള്ള പ്രൊട്ടക്ഷൻ കൊടുക്കാൻ യൂത്ത് കോൺഗ്രസിന് നിയമപരമായി സാധിക്കില്ല, കോൺഗ്രസ്സുകാർക്ക് സാധിക്കില്ല. അതുകൊണ്ട് തന്നെ ഷാഫി പറമ്പിലിൻ്റെ നിർദ്ദേശം അനുസരിച്ച് രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട് മണ്ഡലത്തിൽ എത്തുകയാണെങ്കിൽ യുവമോർച്ചക്കാരോ DYFIക്കാരോ അല്ലെങ്കിൽ CPMകാരോ ഏതെങ്കിലും തരത്തിലുള്ള പ്രതിഷേധ പ്രകടനവുമായി വന്നു കഴിഞ്ഞാൽ ആ പ്രതിഷേധ പ്രകടനങ്ങളിൽ നിന്നും രാഹുൽ മാങ്കൂട്ടത്തിനെ സംരക്ഷിച്ചു കൊണ്ടുപോരുവാൻ യൂത്ത് കോൺഗ്രസ്സുകാർക്ക് ഇപ്പോൾ മുന്നിട്ടിറങ്ങാൻ പറ്റാത്തൊരവസ്ഥയാണ്. കാരണം രാഹുൽ മാങ്കൂട്ടത്തിനെ KPCC പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് നീക്കം ചെയ്തിരിക്കുന്ന സാഹചര്യത്തിൽ ഈ ഒരു നിലപാട്
കൈക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ സംരക്ഷിച്ചെടുക്കുന്നതിന് വേണ്ടി യൂത്ത് കോൺഗ്രസ്സുകാർക്കോ കോൺഗ്രസിലെ മറ്റു അനുഭാവമുള്ളവർക്കോ രംഗത്തിറങ്ങാൻ സാധിക്കില്ല. അതുകൊണ്ട് ഉടനെ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിനെ പാലക്കാട് മണ്ഡലത്തിലേക്ക് എത്തിക്കേണ്ട എന്നൊരു തീരുമാനത്തിലാണ് ഇപ്പോൾ എല്ലാവരും ഉള്ളത്. എന്നാൽ പാലക്കാട് DCC പ്രസിഡന്റ് തങ്കപ്പനോട് ഇത്തരം കാര്യങ്ങൾ ചോദിച്ചു കഴിഞ്ഞപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിന് പാലക്കാട് മണ്ഡലത്തിൽ എത്തുന്നതിന് തടസ്സമൊന്നുമില്ല, എന്നാൽ DCCയുടെ ഭാഗത്തു നിന്നുള്ള യാതൊരു തരത്തിലുള്ള പിന്തുണയും പ്രതീക്ഷിക്കാൻ പറ്റില്ല. കാരണം KPCC നേതൃത്വം തീരുമാനമെടുത്തതിനെ മറികടന്നുകൊണ്ട് മുന്നോട്ട് പോകാൻ ഒരു കാരണവശാലും DCCക്ക് ആവില്ല എന്ന് തന്നെയാണ് പാലക്കാട് DCC പ്രസിഡന്റായ തങ്കപ്പൻ വ്യക്തമാക്കിയത്. എന്നാൽ KPCCയുടെ വർക്കിംഗ് പ്രസിഡന്റ് കൂടിയായ ഷാഫി പറമ്പിൽ രാഹുലിനോടൊപ്പം നിന്നുകൊണ്ട് പഴയ കോൺഗ്രസ് ഗ്രൂപ്പിലെ ആളുകളെ കൂടുതൽ സജീവമാക്കിക്കൊണ്ട് ഗ്രൂപ്പ് ചർച്ചകൾ സജീവമാക്കി പാലക്കാടിനെ കേന്ദ്രീകരിച്ചുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിനെ വീണ്ടും പാലക്കാട് മണ്ഡലത്തിലേക്ക് ഇറക്കുവാൻ വേണ്ടി നടക്കുന്ന ഇത്തരം പ്രവർത്തനങ്ങൾക്ക് DCCയുടെ ഭാഗത്തു നിന്നും എന്ത് തരത്തിലുള്ള പിന്തുണ കൊടുക്കാൻ പറ്റും എന്ന് അറിയാതെ വിഷമിക്കുകയാണ് തങ്കപ്പൻ. എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിൽ ഉടനെ തന്നെ പാലക്കാട് മണ്ഡലത്തിലേക്ക് എത്തില്ല എങ്കിലും വരുന്ന ആളുകളിൽ അത് ഉണ്ടാവണം എന്ന് തന്നെയാണ് ഷാഫി പറമ്പിൽ നിർദ്ദേശിച്ചിരിക്കുന്നത്. KPCC നേതൃത്വം ഷാഫി പറമ്പിലിൻ്റെ ഈ നിലപാടുകളെ ഇടപെടലുകളെ എങ്ങനെ നോക്കിക്കാണുന്നു എന്നുള്ളതും കൂടി ഇതിൽ വ്യക്തമാക്കേണ്ടതുണ്ട്. കാരണം KPCCയും ഷാഫി പറമ്പിലും തമ്മിൽ നേർക്ക് നേർ കൊമ്പ് കോർക്കുന്ന കാഴ്ചയാണ് രാഹുലിൻ്റെ വിഷയത്തിൽ ഉണ്ടാകാൻ സാധ്യത. അഥവാ അത്തരമൊരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു. KPCCയുടെ തലമുതിർന്ന നേതാക്കൾ എല്ലാവരും രാഹുലിനെതിരെ സംസാരിച്ചിട്ടും രാഹുലിനെ കൈവിട്ടിട്ടും ഷാഫി പറമ്പിൽ ഇപ്പോഴും രാഹുലിനെ ചേർത്ത് പിടിക്കുന്ന കാഴ്ച തന്നെയാണ് കാണുന്നത്. ഇതിൽ KPCCയുടെ തലമുതിർന്ന പല നേതാക്കൾക്കും അതൃപ്തിയുണ്ട്, മുറുമുറുപ്പുണ്ട്. പക്ഷേ അതൊന്നും ഷാഫി പറമ്പിൽ വകവയ്ക്കുന്നില്ല. രാഹുലിനെ ഏത് വിധേനയും പഴയ നിലയിലേക്ക് മണ്ഡലത്തിലേക്ക് പാലക്കാടിലേക്ക് തിരിച്ചു കൊണ്ടുവരണം എന്ന് തന്നെയാണ് ഷാഫി പറമ്പിൽ ആഗ്രഹിക്കുന്നത്. ഷാഫി പറമ്പിലും KPCCയും തമ്മിൽ ഒരു വേള തെറ്റിയാക്കാൻ ഇടയുണ്ട് എന്ന് തന്നെയാണ് രാഷ്ട്രീയ നിരീക്ഷകരും ചൂണ്ടിക്കാണിക്കുന്നത്. എന്നാൽ ഇക്കാര്യത്തിൽ എന്താണ് നടക്കുക എന്നുള്ളത് നമുക്ക് വഴിയെ കണ്ടറിയാൻ കാത്തിരിക്കാം.